നമസ്കാരം, USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. മെയ് ദിനത്തോടനുബന്ധിച്ച് നടന്ന ഓക്യുപൈ വാൾ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റേഴ്സിന്റെ പ്രകടനങ്ങൾ അമേരിക്കയിലെ പല പട്ടണങ്ങളിലും ആക്രമണാസക്തമായി. സിയാറ്റിൽ, ന്യൂയോർക്ക്, ഓക്ലൻഡ് എന്നിവിടങ്ങളിൽ നടന്ന പ്രകടനങ്ങളാണ് അക്രമത്തിൽ കലാശിച്ചത്. ഇവിടങ്ങളിൽ പലയിടത്തും പ്രകടനക്കാർ പോലീസുമായി ഏറ്റുമുട്ടുകയും കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. ലോസ് ആഞ്ചലസ്, പോർട്ട്ലൻഡ് എന്നിവിടങ്ങളിലും ഇതുപോലെയുള്ള പ്രകടനങ്ങൾ നടക്കുകയുണ്ടായി. സാധാരണയായി മെയ് ഡേ ആഘോഷങ്ങളും പ്രകടനങ്ങളും വളരെ കുറവായിരുന്ന അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക അസമത്വങ്ങളുമാണ് ജനങ്ങളെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെന്ന് ആന്ത്രപ്പോളജിസ്റ്റ് ഡേവിഡ് ഗ്രേബർ അഭിപ്രായപ്പെട്ടു. വർദ്ധിച്ചു വരുന്ന ഇന്ധന ചിലവ് കുറയ്ക്കാൻ ഡെൽറ്റ എയർലൈൻസ് സ്വന്തമായി ഓയിൽ റിഫൈനറി വാങ്ങി. $150 മില്യൺ ചിലവിട്ട് വാങ്ങിയ ഈ റിഫൈനറി കൊണ്ട് ഡെൽറ്റ എയർവേസിന് 5 വർഷം കൊണ്ട് $300 മില്യൺ ലാഭിക്കാനാവും. കമ്പനി ഇപ്പോൾ $12 മില്യൺ ആണ് ഈ വർഷം ഇന്ധനത്തിന് വേണ്ടി ചിലവഴിച്ചത്. ഇത് കമ്പനിയുടെ വരുമാനത്തിന് 40%. ഫിലഡൽഫിയയിലുള്ള ഡെൽറ്റയുടെ ഈ ഓയിൽ റിഫൈനറിക്ക് ഡെൽറ്റയുടെ പ്രധാന റൗട്ടുകളായ JFK, ലഗ്വാഡിയ തുടങ്ങിയ എയർപോർട്ടുകളുടെ ആവശ്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അമേരിക്കൻ കുട്ടികളിൽ അമിതവണ്ണം വർദ്ധിച്ചു വരുന്നതായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ റിപ്പോർട്ടിൽ അറിയിക്കുന്നു. ഇതിന് പ്രധാന കാരണമായി കാണുന്നത് മധുരപാനീയങ്ങളുടെ ഉപയോഗമാണ്. കുട്ടികൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഹൈസി, ഹവായിയൻ പഞ്ച്, സണ്ണി ഡി, കപ്രിസൺ, ടാൻ ആൻഡ് ആനിമൽസ് യോഗട്ട് എന്നിവയിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അക്കാഡമി ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സിന്റെ നിർദ്ദേശം കുട്ടികളും പ്രായമുള്ളവരും ഈ മധുരപാനീയങ്ങൾ കുറയ്ക്കുകയും അതിന് പകരമായി വെള്ളവും കൊഴുപ്പ് കുറഞ്ഞ പാലും 100% ഫ്രൂട്ട് ജ്യൂസും ഉപയോഗിക്കുക വഴി അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കുമെന്നാണ്. പ്രമുഖ ആയുധ കമ്പനിയായ നോർത്രോപ്പ് ഗൺമെൻ ഗാമ ലേസർ ഉപയോഗിച്ചുള്ള പുതിയ ആയുധം വികസിപ്പിച്ചെടുത്തു. ഈ ഗാമ ലേസർ ഗൺ ക്രൂസ് മിസൈലുകളെ അതിന്റെ സഞ്ചാരപാതയിൽ വെച്ചു തന്നെ കത്തിച്ചു കളയുവാൻ കഴിവുള്ളതാണ്. ഈ പുതിയ ലേസർ ഗൺ മറ്റുള്ള ലേസർ ആയുധങ്ങളെക്കാൾ ചെറുതും വളരെ കുറച്ച് വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്നതുമാണ്. പ്രമുഖ TV ചാനലായ CNN റേറ്റിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫോക്സ് ന്യൂസ് ആണ് ഇപ്പോഴത്തെ അമേരിക്കയിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ചാനൽ. CNN രണ്ടാം സ്ഥാനം MSNBC കൈയടക്കിയിരിക്കുന്നു. പ്രൈം ടൈമിലുള്ള CNN പ്രോഗ്രാമുകളെക്കാൾ കൂടുതൽ ആളുകൾ വീക്ഷിക്കുന്നത് MSNBCയുടെ പ്രോഗ്രാമുകളാണ്. ലോകമെമ്പാടും വാർത്താ ശൃംഖലകളുള്ള CNN TV ആളുകൾ കൂടുതൽ വീക്ഷിക്കുന്നത് ഏതെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് വരുമ്പോൾ മാത്രമാണ്. ന്യൂയോർക്ക് കേരള സെന്ററിന്റെ 22ാം വാർഷികം സെന്ററിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. കൈരളി TV USA ഡയറക്ടർ ജോസ് കടാപ്പുറം ഉദ്ഘാടനം നിർവഹിച്ചു. അലക്സ് കാവുംപുറം സദസ്സിനെ സ്വാഗതം ചെയ്തു. മലയാളം സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്രഹാം തോമസ്, മനോഹർ തോമസ്, പ്രൊഫസർ NP ഷീല, രാജേശ്വർ പ്രസാദ്, വർഗീസ് പോത്തനിക്കാട്, കേണൽ സിറിയക് തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് മലയാളം സ്കൂൾ കുട്ടികൾ വിവിധ കലാപരിപാടികൾ നടത്തുകയുണ്ടായി. അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ 22 വർഷം അമേരിക്കയിൽ ജീവിച്ച ഒരു മനുഷ്യനാണോ കേരള സെന്റർ, ഒരു പ്രസ്ഥാനാണോ, ഇതൊക്കെയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചത്. ഒരുപക്ഷെ അമേരിക്കയിൽ കാലുകുത്തുന്ന ഏതൊരു മലയാളിയും അധികം താമസിക്കാതെ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്രയും വേഗത്തിലൊന്ന് നാട്ടിലേക്ക് പോകണമെന്ന്. കാരണം ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ആദ്യകാലങ്ങളിൽ വളരെ പ്രയാസമേറിയതാണ്. ആ ഒരു ഘട്ടത്തെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വർഷങ്ങൾ പിന്നിടാൻ പറ്റുകയുള്ളൂ. ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഇന്നും അമേരിക്കയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഹെഡായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കും പഠിത്തത്തിനും പ്രോബ്ലം ഉണ്ടായിരുന്നു എങ്കിലും നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കുഴപ്പം, നമുക്ക് സാംസ്കാരിക നേതാക്കന്മാർ നമ്മുടെ ഇടയിലില്ല. സാമൂഹ്യ സേവന പരിപാടികൾ നടത്തുന്നതിന് അവസരമുണ്ടാക്കിയ ഈ പ്രസ്ഥാനം 22 വയസ്സ് പൂർത്തിയാക്കി. ഇനിയും മുന്നോട്ട് ഈ 22നെ മിനുക്കി 22 ക്യാരറ്റായിട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അതിന് മലയാളികളായ നാം ഓരോരുത്തരും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സംഭാവനകൾ ചെയ്യാൻ മുതിരട്ടെ, അല്ലെങ്കിൽ മുതിരണം എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 40-40 വയസ്സൊക്കെ ഉണ്ടായിരുന്ന എന്നെ പോലെ എഴുത്തിനൊക്കെ ആണെങ്കിൽ ഇന്ന് സോഷ്യൽ സെക്യൂരിറ്റി മേടിക്കുക. അത്രയും നാളായി സെന്റർ ഇവിടെ ഉണ്ടായിട്ട്. ഒരു ചെറിയ ചോദ്യം ചോദിച്ചാൽ
സെന്റർ ഉണ്ടാക്കിയ ആൾക്കാർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, സെന്ററിന്റെ പുരോഗതിയെ പറ്റി അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സെന്ററിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതിലെന്തെങ്കിലും ആശയുണ്ടോ, ആശങ്കയുണ്ടോ, നിരാശനാണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും, എന്നെപ്പോലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്പം നിരാശയുണ്ടെന്ന് തന്നെ ഞാൻ പറയും. Since the Kerala Center was founded, I still treasure and found all the memories that I have of this special place. I remember as a little 5-year-old boy coming to the center for all kinds of activities and classes, whether it be going to Malayalam class, social club, dance school, seminars, or cultural programs. Other memories of the center were the epic football games that my peers and I had after programs. Kerala Center, the founders, Stephen, Thambi and others. Thomas Abraham is not here. All the best and congratulations on the 22nd anniversary of the Kerala Center. ഒത്തൊരുമിച്ച് നമുക്ക് സൃഷ്ടിക്കണം മർത്യതയുടെ മംഗളക്ഷേത്രം. ഒത്തൊരുമിച്ച് നമുക്ക് സൃഷ്ടിക്കണം മർത്യതയുടെ മംഗളക്ഷേത്രം. ആത്മകഥയുടെ പേരാണ് എൻ്റെ കുതിപ്പും എൻ്റെ കിതപ്പും എന്നാണ് വടക്കനച്ചൻ്റെ ആത്മകഥയുടെ ആ പുസ്തകത്തിൻ്റെ പേര്. അന്നേരം ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് മുമ്പിൽ ഈ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ കുതിപ്പിൻ്റെയും കിതപ്പിൻ്റെയും കഥയുണ്ട്. സണ്ണിവേൽ സിറ്റി കൗൺസിലിലേക്ക് മത്സരിക്കുന്ന ജോൺ മേപ്പുറത്തിന്റെ തിരഞ്ഞെടുപ്പ് സമാപന യോഗം ഗാർലൻഡ് ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് നടക്കുകയുണ്ടായി. ഇപ്പോഴത്തെ കൗൺസിലർ സജി ജോർജിന്റെയും ജോൺ മേപ്പുറത്തിന്റെയും പാനലിൽ മത്സരിക്കുന്ന ജിം വെയ്ഡ്, ഡെയിൽ ഗ്രേവ്സ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഫോക്കാന റീജിയണൽ പ്രസിഡന്റ് ബോബൻ കൊടുവത്ത്, ഇന്ത്യൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഐ വർഗീസ്, കേരള അസോസിയേഷൻ മുൻ പ്രസിഡന്റ് മാത്യു കോശി, ലാന ട്രഷറർ ജോസ് ഓച്ചാലിൽ, വേൾഡ് കൗൺസിൽ നേതാക്കളായ ജോൺ കടവിൽ, എലിയാസ് പത്രോസ്, അനിൽ മാത്യു, പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക പ്രതിനിധികളായ ജോസ് പ്ലാക്കാർഡ്, ബിജിലി ജോർജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. Jim Wade is my best friend from 1998 onwards. Then I work on the library board from last year onwards. And last 4 years, I worked for the Friends of Library, for the trustee for more than 4 years right now working for that one. We do a lot of things for the Friends of Library to collect, to build, getting a new library for Sunnyvale. Say that we met a long time ago. I think it was back about 1997, 98. I think I was running for my third term as mayor, and my last term, as it turned out to be, when I lost by 1 vote to our current mayor. Might need some service of some kind, and I was a little more able-bodied then than I am today, and decided I needed to be a part of that volunteer fire department. I got involved, and I started, because I've always been somewhat service-oriented, way back in my teen years. The other thing that's priority to me is the lawsuits. You know, like Mr. Wade addressed, we've had lawsuits now for over 25 years. Even when he was mayor, we had a chance to solve these. We never have. We are spending hundreds of thousands of dollars in our tax money to fight lawsuits, in my opinion, need to have been settled a long time ago. That money could have paid for those traffic lights, those roads, and everything else that Mr. Wade's talking about. ലാസ് വേഗസ് റിവ്യൂ ജേണലിന്റെ സർക്കുലേഷൻ മാനേജറായി നിയമിതനായ IPCNA നാഷണൽ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോർജ് ചിറായിക്ക് ഒക്ലഹോമ ഇന്ത്യ പ്രസ് ക്ലബ്ബും ഒക്ലഹോമ ബാഡ്മിന്റൺ ക്ലബ്ബ് അംഗങ്ങളും ചേർന്ന് ഹൃദ്യമായ യാത്രയയപ്പ് നൽകി.
ഇദ്ദേഹം ഇപ്പോൾ ഡെയിലി ഓക്ലഹോമൻ പത്രത്തിന്റെ അസിസ്റ്റന്റ് സർക്കുലേഷൻ മാനേജറായി പ്രവർത്തിച്ചു വരുന്നു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് ഒക്ലഹോമ മുൻ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, ക്ലബ് അംഗങ്ങളായ സൈലസ് കോശി, സാനച്ചൻ, കോശി ടി തോമസ്, സുഗുണൻ, ഷാജി ജോൺ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. മുംബൈ സ്വദേശി ലിവിറ്റ ഗോമസ് കഴിഞ്ഞ ജാനുവരിയിൽ ജയിലിൽ മരിക്കാനിടയായ സംഭവത്തെക്കുറിച്ച് ഇലിനോയ്സ് സംസ്ഥാനത്തെ കുക്ക് കൗണ്ടി മുൻ പ്രോസിക്യൂട്ടർ ടെറി ഇകെയിൽ അന്വേഷിക്കുന്നു. മാനസിക രോഗിയായിരുന്ന ലിവിറ്റയെ ജുറി ഡ്യൂട്ടിക്ക് പങ്കെടുക്കാതിരുന്നതിന് ജഡ്ജ് 10 ദിവസത്തേക്ക് ജയിലിൽ അടയ്ക്കുകയായിരുന്നു. ബന്ധുക്കൾ ആരുമില്ലാതെ തനിയെ താമസിച്ചിരുന്ന ഇവർ ജയിലിലായിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചിരുന്നു. അവശയായ ഇവരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ 5-ാം ദിവസം മരണമടഞ്ഞു. ഒക്ലഹോമ ഹിന്ദു മിഷന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷിക്കുകയുണ്ടായി. മോഹൻ നാരായണന്റെ നേതൃത്വത്തിൽ നടത്തിയ ഭക്തിഗാനങ്ങളോടെ ആരംഭിച്ച ആഘോഷങ്ങളിൽ വിജയലക്ഷ്മി ടീച്ചർ എല്ലാവർക്കും വിഷുക്കണി നൽകി. സുഗുണൻ കുഞ്ഞിരാമൻ, ജയചന്ദ്, ജയപ്രകാശ് നായർ, സൂരജ് പാലൻ, അനിൽ പിള്ള, അജേഷ്, മോഹൻ നാരായണൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വേൾഡ് മലയാളി കൗൺസിലിന്റെ 7ാമത് ഇന്റർനാഷണൽ കോൺഫറൻസിൽ കേന്ദ്രമന്ത്രി വയലാർ രവി, കേരള നോർക്ക വകുപ്പ് മന്ത്രി കെ.സി. ജോസഫ്, മുൻ വിദ്യാഭ്യാസ മന്ത്രിയും MLAയുമായ MA ബേബി എന്നിവർ സംബന്ധിക്കുന്നു. പ്ലേനോ ലെഗസി മേരിയാട്ട് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ഈ കൺവെൻഷനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 400-ൽ പരം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ സെമിനാറുകൾ, ബിസിനസ് എക്സ്പോ എന്നിവയെ കൂടാതെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള മലയാളി പ്രമുഖരെ ആദരിക്കുന്നതുമാണ്. കൂടാതെ നൃത്തസംഗീത മത്സരങ്ങളും മിസ് WMC മത്സരവും കോൺഫറൻസിനോടനുബന്ധിച്ച് നടത്തുന്നതാണ്. USA വീക്ക്ലി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.